ലീഗുകാര് ഇവിടുത്തെ ഭരണത്തിന്റെ സുഖമനുഭവിക്കുന്ന മുഴുവൻ ആളുകളും ഇട്ട് കൊട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ സമീപനം ഈ സമുദായത്തോട് ഈ രീതിയിലാണ്. അവരെ പാഠം പഠിപ്പിക്കും, ഒരു സംശയവുമില്ല. ഇല്ലെങ്കിൽ ഇതുപോലൊരു യൂത്തിന്റെ മൂത്ത നേതാക്കന്മാർ മുഴുവൻ സമുദായ നേതാക്കളുടെ വീട്ടുകളിലും ഓഫീസുകളിലും കിടക്കുക, കാല് പിടിച്ചോണ്ട് കിടക്കുക. യൂത്തന്മാരെ ഇറക്കി വിട്ട് തെറി പറയിപ്പിക്കുക, ഒരൊറ്റ മുതൽ സമുദായ നേതാക്കളെ തെറി പറയിപ്പിക്കുക. കോൺഗ്രസിന്റെ സംസ്കാരമേ നായരായിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു കുത്തിയ ചരിത്രമല്ലാതെ ഉണ്ടായിട്ടില്ല. അവരെ ഈ സമുദായം പാഠം പഠിപ്പിക്കുമെന്ന ശ്രീ കാർത്യായനി ദേവിയുടെ സന്നിധിയിൽ വെച്ച് ശ്രീ മന്നത്ത് പത്മനാഭന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് ആചാര്യൻ സാക്ഷ്യമായി, ആത്മീയ ആചാര്യൻ സാക്ഷ്യമായി നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അഞ്ചാം മന്ത്രി എന്നുള്ള ഒരെണ്ണം കൊടുക്കാൻ പാടില്ലാത്ത ഒന്ന് കൊടുത്തു. അഥവാ കൊടുക്കണമായിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കുകയില്ല എന്ന് KPCC ശക്തമായൊരു നിലപാടെടുത്ത ശേഷം അവസാനം കൊണ്ട് കൊടുത്തപ്പോൾ അതൊരു വലിയൊരു വികാരപരമായി മാറിയിട്ടുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിന് മേലുള്ള അടിച്ചേൽപ്പിക്കൽ, ഭൂരിപക്ഷ സമുദായത്തിന് മേലുള്ള ഒരു ആധിപത്യവും അടിച്ചേൽപ്പിക്കലും ഇവിടെ നടന്നു എന്നുള്ളൊരു വികാരം ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായും ഈ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിൻ്റെ ഗുണം ഓരോ രാജഗോപാലിനുണ്ടാകും. അതിന് പുറത്ത് എടുത്ത ആ നിലപാടായിരിക്കില്ല നെയ്യാറ്റിൻകരയിൽ എടുക്കുക എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം മൂത്ത് വരുമ്പോൾ ഇന്ന് പല മാറ്റങ്ങളും മറിച്ചിലുകളും ജനങ്ങളിൽ നിന്നുണ്ടായി. ഇവർ രണ്ടുപേര് ജയിച്ചാലും തോറ്റാലും ഒന്നും ഇവിടെ രാജ്യം സംഭവിക്കാനില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഒരു പുതുതായിട്ടൊന്ന് കടന്നു കയറിക്കോട്ടെ എന്ന് കുറെ ആളുകൾ ചിന്തിക്കുന്നവരവിടെ ഉണ്ട്. ഇപ്പോൾ ഓ രാജഗോപാൽ എന്ന ആ വ്യക്തിക്കിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെയൊക്കെ ആൾക്കാർ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെക്കാളും പ്രബുദ്ധരാണ്. എപ്പോഴും ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സാക്ഷി അനുസരിച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക്, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആ പാർട്ടികൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. നിർണായകമായ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിലാണ് കേരള ജനത ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വ്യാവസായികവും വാണിജ്യപരവുമായി പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ കേരളമോ? അരനൂറ്റാണ്ടുകാലത്തെ UDF LDF ഭരണങ്ങളും വികസനത്തിന് അനുകൂലമല്ലാത്ത തെറ്റായ നയങ്ങളും മൂലം എല്ലാ മേഖലകളിലും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. തൊഴിലില്ലായ്മ, വ്യാവസായിക മുരടിപ്പ്, അഴിമതി, അശാസ്ത്രീയമായ നഗരവികസനവും പരിസര നശീകരണവും ഇതെല്ലാമാണ് കേരള സംസ്ഥാനത്തിന്റെ മുഖമുദ്ര. വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും പേര് പറഞ്ഞ് ജയിച്ചു പോയവർ വഞ്ചിക്കുകയും അവഗണിക്കുകയും ചെയ്ത പാവം സമ്മതിദായകരാണിവർ. അവരുടെ പ്രശ്നങ്ങളും പരാധീനതകളും ആവശ്യപ്പെടുന്നത് ഒരു രക്ഷകനെയാണ്. ആരാണ് ഇനി ഇവരുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും രാജഗോപാലിന് തുല്യം ഇല്ല എന്നാണ്. പ്രാവശ്യത്തോട്ട് രാജഗോപാലിനെ ചെയ്യണമെന്ന് വിചാരിക്കും. രാജഗോപാൽ. എന്റെ വോട്ട് രാജഗോപാൽ. ഇതുവരെ ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഓ രാജഗോപാലാണ്. ആദർശത്തിനഗ്നിപഥത്തിൽ ജ്വലിച്ചു നിൽക്കിയ സൂര്യൻ, ഈ നാടിൻ മോചന നായകൻ. ആദർശത്തിനഗ്നിപഥത്തിൽ ജ്വലിച്ചു നിൽക്കും ജയസൂര്യൻ രാജഗോപാൽ. ഓ രാജഗോപാൽ, ഓ രാജഗോപാൽ. നെയ്യാറ്റിൻകര മണ്ണിൽ നമുക്കൊരു നവപരിവർത്തനമുണ്ടാക്കാം. ഓ രാജഗോപാൽ, ഓ രാജഗോപാൽ, ഓ രാജഗോപാൽ, ഓ രാജഗോപാൽ. തന്റെ ചുരുങ്ങിയ കാലത്തെ ഉത്തരവാദിത്വമുള്ള പ്രവർത്തന ശൈലി കൊണ്ട് ശ്രീ ഒ രാജഗോപാൽ വോട്ടർമാരുടെ വിശ്വാസം നേടിയെടുത്തിരിക്കുകയാണ്. റെയിൽവേ, നഗരവികസനം,
എന്നീ മേഖലകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഗുണഫലങ്ങൾ ഇവിടുത്തുകാർ അനുഭവിച്ചു കഴിഞ്ഞു. കേരളത്തിന് 12 പുതിയ ട്രെയിനുകൾ, പാത ഇരട്ടിപ്പിക്കലിന് നടപടി, ഇലക്ട്രിക് ട്രെയിൻ കണ്ടിട്ടില്ലാത്ത കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം, 57 റെയിൽവേ മേൽപ്പാലങ്ങൾ. കേരളത്തിന്റെ റെയിൽവേ ബജറ്റ് വിഹിതം 100 കോടിയിൽ നിന്ന് 500 കോടിയിലേക്ക് 5 ഇരട്ടി വർധന. ഇത് രാജഗോപാലിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഫലം. മരണം കാത്തുകിടന്ന കെൽട്രോണിന് മൃതസഞ്ജീവനി പോലെ 44 കോടി രൂപയുടെ ഓർഡർ രാജഗോപാൽ നൽകി. കേരളത്തിന്റെ വ്യാവസായിക ഭാവിക്കും രാജഗോപാലിന്റെ വിജയം അത്യാവശ്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. സ്വന്തമായ ഒരു വീട് കേരളീയന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. നഗരവികസന വകുപ്പ് മന്ത്രി എന്ന നിലയിൽ 1000-ലേറെ പദ്ധതികൾ രൂപീകരിച്ച് രാജഗോപാൽ ആ സ്വപ്നത്തിന് തെളിമ പകർന്നു. വാൽമീകി അംബേദ്കർ ആവാസ് യോജനയിലൂടെ കേരളത്തിലെ 100 കണക്കിന് ചേരി നിവാസികൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകി. സംസ്ഥാന ഹൌസിംഗ് ബോർഡിന് ഹഡ്കോയുടെ ഗ്രാന്റ് പുനഃസ്ഥാപിച്ചു കിട്ടാൻ രാജഗോപാൽ നഗരവികസന വകുപ്പ് മന്ത്രിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. വീർപ്പുമുട്ടുന്ന നഗരത്തെരുവുകൾ, തകർന്ന റോഡുകൾ, നാറുന്ന നഗരപ്രാന്തങ്ങൾ, അപര്യാപ്തമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ. നഗരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന രാജഗോപാൽ പ്രകടിപ്പിച്ചത് ഈ ആത്മാർത്ഥതയാണ്. 6 മാസം കൊണ്ട് 6000 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം കേരളത്തിന് അനുവദിച്ചു. രാജഗോപാലിന്റെ ഇപ്രാവശ്യത്തെ വോട്ട് കംപ്ലീറ്റ് കോൺഗ്രസിനാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഭരണത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഈ പ്രാവശ്യം രാജഗോപാലിന് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ അവർ ഇന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത് രാജഗോപാലിലാണ്, വികസനത്തിലാണ്. തിരുവനന്തപുരത്തിന്റെ വികസനത്തിനും ബാക്കി കേരളത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു വികസനത്തിന് വേണ്ടിയിട്ട് രാജഗോപാൽ സാർ ജയിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മളുടെയും ഞങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ വോട്ടുകളും രാജഗോപാൽ സാറിന് ചെയ്യണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇക്കുറി നമുക്ക് അല്പം സ്വാർത്ഥതയാവാം. ഒരു വോട്ടിന് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും, രാജഗോപാലിനെ വിജയിപ്പിക്കും.